നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിസ്കവറിംഗ് ഓഫ് സെൽ, കോശത്തെ കണ്ടെത്തുന്നു. റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽസ്. അപ്പോൾ ആരാണ് ആദ്യമായി സെല്ലിനെ കണ്ടുപിടിക്കുന്നത്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? സെല്ലിനെ കണ്ടുപിടിക്കുന്നത്. കോർക്കിൻ്റെ ഛേദം നിരീക്ഷിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായി സെല്ലിനെ കാണുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ടോപ്പിക്കാണ് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം. എന്താണ് കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി? ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സെൽസ്. കോശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോശത്തിൻ്റെ പഠനശാഖ, ശാസ്ത്രീയ പഠനശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മേജർ ഫൈൻഡിങ്സ് അഥവാ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. ആദ്യമായി റോബർട്ട് ബ്രൗൺ 1831 ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് അഥവാ കോശമർമ്മം കണ്ടെത്തുന്നത്. എന്നാൽ MJ സ്ക്ലീഡൻ 1838 1838 പ്ലാൻ സെൽ കണ്ടുപിടിച്ചു. സസ്യങ്ങളുടെ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ക്ലീഡനാണ്. ജന്തുക്കളുടെ ശരീരം കോശനിർമ്മിതമാണെന്ന് തിയോഡോർ ഷ്വാൻ 1839 1839 കണ്ടെത്തുന്നത്. റുഡോൾഫ് വിർഷോ എന്ത് ചെയ്യുന്നു? 1858 ഡിവൈഡിങ് സെൽസിനെ നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമേ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉത്ഭവിക്കുകയുള്ളൂ എന്ന് കണ്ടെത്തി. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം. MJ സ്ക്ലീഡൻ ആൻഡ് തിയോഡോർ ഷ്വാൻ ആർ ദ ഫൗണ്ടേഴ്സ് ഓഫ് സെൽ തിയറി. കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ MJ സ്ക്ലീഡനും തിയോഡോർ ഷ്വാനുമാണ്. അവർ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് സെൽ തിയറിയിൽ പറയുന്നത്. ഒന്ന്, ഓൾ ലിവിങ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവികളുടെ ശരീരവും കോശനിർമ്മിതമാണ്. സെക്കൻഡ് വൺ, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജീവധർമ്മപരവും ഘടനാപരവുമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കോശം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ജീവിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. എല്ലാ ജീവികളുടെ ശരീരവും എന്ത് വെച്ച് നിർമ്മിതമാണ്? കോശനിർമ്മിതമാണ്. ഇതാണ് ഈ ഒരു സെൽ തിയറിയിൽ MJ സ്ക്ലീഡനും തിയോഡോർ ഷ്വാനും പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക്. എന്താണ് ഒരു സെല്ലിൻ്റെ ധർമ്മങ്ങൾ? ഒരു കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാം, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തെല്ലാം നോക്കാം. റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. എന്താണ് ഫോറിൻ പാർട്ടിക്കിൾസ്? ശരീരത്തിന് പുറത്തു നിന്ന് വരുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുക? അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ തടയുക. അന്യ വസ്തുക്കളെ തടയുക എന്ന് കൃത്യമായിട്ടുള്ള മലയാളം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നു. സെക്കൻഡ്, സിന്തസൈസ് ഓഫ് ബയോമോളിക്യൂൾസ്. ജൈവ തന്മാത്രകളെ നിർമ്മിക്കുന്നു. എന്ത് ചെയ്യുന്നു? ജൈവ തന്മാത്രകളെ നിർമ്മിക്കുന്നു. അതാണ് സിന്തസൈസ് ഓഫ് ബയോമോളിക്യൂൾസ്. ആൻഡ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. പോഷകങ്ങളിൽ നിന്ന് ഊർജത്തെ റിലീസ് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും എത്ര ഫങ്ഷൻസ് ഉണ്ട് സെല്ലിന്? 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. സെക്കൻഡ്, സിന്തസൈസ് ഓഫ് ബയോമോളിക്യൂൾസ്. ആൻഡ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്ലാൻ സെല്ലാണ്. ഈ പ്ലാൻ സെല്ല് കൃത്യമായിട്ടുള്ള അതിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു പ്രധാനമായിട്ട് 3 ധർമ്മങ്ങളാണുള്ളത്. റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, സിന്തസൈസ് ബയോമോളിക്യൂൾസ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അതൊക്കെ ചെയ്യാൻ തക്കവണ്ണം കൃത്യമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഒരു സെല്ലിനുള്ളത്. ഇതാണ് സിമ്പിളായിട്ട് ഒരു കാര്യം പറയുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് പ്രോട്ടോപ്ലാസം ആൻഡ് എന്താണ് സൈറ്റോപ്ലാസം? ജീവദ്രവ്യം എന്താണ്? കോശദ്രവ്യം എന്താണ്? ഓൾ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോട്ടോപ്ലാസം. അതായത് ഒരു കോശത്തിനുള്ളിലെ എല്ലാ വസ്തുക്കളെയും കൂട്ടിച്ചേർത്ത്, കോശത്തിനുള്ളിലെ എല്ലാ വസ്തുക്കളെയും കൂട്ടിച്ചേർത്ത് ജീവദ്രവ്യം എന്നാണ് പറയുന്നത്. എന്നാൽ സൈറ്റോപ്ലാസം ഈസ് ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൻ്റെ പാർട്ടായ സൈറ്റോപ്ലാസമാണ്, എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. അതായത് ഒരു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗത്തെയും ചേർത്തിട്ട് നമ്മൾ സൈറ്റോപ്ലാസം എന്നും ന്യൂക്ലിയസ് ചേർത്തുകൊണ്ടുള്ള എല്ലാ ഭാഗത്തെയും നമ്മൾ പ്രോട്ടോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. അതായത് ജീവദ്രവ്യവും കോശദ്രവ്യവും ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തെ കോശദ്രവ്യമെന്നും ന്യൂക്ലിയസിനെയും കൂടി ചേർത്തുള്ള കോശത്തിനകത്തുള്ള എല്ലാ ഭാഗത്തെയും കൂടി നമ്മൾ ജീവദ്രവ്യം എന്നും കൂടെയാണ് വിളിക്കുന്നത്. കോശദ്രവ്യവും ജീവദ്രവ്യവും. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിഫറെൻറ്റ് പാർട്സ് ഇൻസൈഡ് ദ സെൽ. ഒരു കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ. ആദ്യത്തെ കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ന്യൂക്ലിയസ് അഥവാ
കോശമർമ്മം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഇന്യൂമറബിൾ ലൈഫ് ആക്ടിവിറ്റീസ്. ജീവപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കലുമാണ് ന്യൂക്ലിയസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഓക്കെ, റെഗുലേറ്ററി സെൻറ്റർ ഓഫ് സെൽ, കോശത്തിൻ്റെ റെഗുലേറ്ററി സെൻറ്റർ എന്നറിയപ്പെടുന്നു, മർമ്മം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സെൽ ഓർഗനൽസ് ആണ് റൈബോസോം എന്ന് പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്, സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതായത് കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് ആരെന്ന് പറയുന്നത്, റൈബോസോം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എവിടെ കാണപ്പെടും? സീൻ എയ്തർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഒന്നുകിൽ സെൽ ഓർഗനലസ് ആയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ, ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിനകത്ത് ഫ്രീ ആയോ കാണപ്പെടും. ഒന്നുകിൽ റെറ്റിക്കുലത്തിനോട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനകത്ത് ഫ്രീ ആയോ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലസ് ആണ് ആരെന്ന് പറയുന്നത്, റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സെൽ ഓർഗനലസ്, പ്രധാനപ്പെട്ട സെൽ ഓർഗനലസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ സെൽ ഓർഗനലസ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ധർമ്മം ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശത്തിൻ്റെ ഭാഗമാണ്, സെൽ ഓർഗനലസ് ആണ് ആരെന്ന് പറയുന്നത്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സെൽ ഓർഗനലാണ് ആരെന്ന് പറയുന്നത്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവരാണ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഗ്രീൻ കളേഴ്സ് ടു ദി പ്ലാന്റ്സ്, ചെടികൾക്ക് പച്ച നിറം നൽകാൻ സഹായിക്കുന്ന സെല്ലിൻ്റെ അംഗമാണ്, കോശ അംഗമാണ് ആരെന്ന് പറയുന്നത്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരംഗമാണ് മൈറ്റോകോൺട്രിയ. വേറൊരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയെ കുറിച്ച് പറയാനാണെങ്കിൽ സെൻറ്റർ ഓഫ് എനർജി പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് കോശത്തിന് വേണ്ട ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കപ്പെടുകയും അതിനെ സംവഹിക്കാനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് മൈറ്റോകോൺട്രിയയ്ക്കുള്ളത്. മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നും അറിയപ്പെടുന്നു. അതായത് ഊർജ നിർമ്മാണ കേന്ദ്രം എന്നും അറിയപ്പെടുന്നു മൈറ്റോകോൺട്രിയയെ. ഇതെവിടെ കാണപ്പെടുന്നു? അബണ്ടന്റ്ലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ്. ഊർജം ഒരുപാട് വേണ്ട സെൽസുകളാണ് കരളിലെയും മസ്തിഷ്കത്തിലെയും പേശികളിലെയും കോശങ്ങൾ. ഇവയിലാണ് കൂടുതലായും മൈറ്റോകോൺട്രിയ കാണാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത സെൽ ഓർഗനലാണ് വാക്യൂൾ അഥവാ ഫേനം എന്നറിയപ്പെടുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ധർമ്മമാണ് സ്റ്റോർസ് വാട്ടർ, സോൾട്ട്സ് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. കോശത്തിനകത്തെ സോൾട്ടും വാട്ടറും എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നതാണ് ആരുടെ പ്രധാനപ്പെട്ട ധർമ്മം? വാക്യൂൾ അഥവാ ഫേനത്തിൻ്റെ ധർമ്മം. വെള്ളവും എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ സ്റ്റോർ ചെയ്യലാണ് പ്രധാനപ്പെട്ട ധർമ്മം. ഇവരെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്തരത്താൽ, ഒരു മെംബ്രെയിനാൽ കവർ ചെയ്തിട്ടുണ്ട്. കവേർഡ് ബൈ എ മെംബ്രെയിൻ കാൾഡ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിനാൽ, ഒരു സ്തരത്താൽ കവർ ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ അംഗമാണ് ആരെന്ന് പറയുന്നത്? വാക്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത സെൽ ഓർഗനിലേക്ക് പോവാം. ഗോൾഗി കോംപ്ലക്സ്. എന്താണ് ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. സ്റ്റോർസ് എൻസൈം, ഹോർമോൺ, മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മോൾ വെസിക്കിൾസ്. എന്ത് ചെയ്യുന്നു? ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ കോശത്തിനുള്ളിലെ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ രസങ്ങൾ എന്നിവയെല്ലാം എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവയെ ചെറുസ്തരങ്ങളിലാക്കി, ചെറുസ്തര സഞ്ചികളിലാക്കി, അതായത് സ്മോൾ വെസിക്കിൾസിലാക്കി സ്റ്റോർ ചെയ്യലാണ് ആരുടെ പണി? ഗോൾഗി കോംപ്ലക്സിന്റെ പണി. അതായത് ഹോർമോണുകൾ, എൻസൈമുകൾ, മ്യൂക്കസുകൾ ഇവയെ സ്മോൾ വെസിക്കിൾസിലാക്കി, ചെറിയ എന്തിലാക്കി? സ്തര സഞ്ചികളിലാക്കി സംരക്ഷിക്കപ്പെടുന്നു. ഇവയെ സീൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്, ഗ്രന്ഥി കോശങ്ങളിലാണ് ഈ പറയപ്പെടുന്ന ഗോൾഗി കോംപ്ലക്സ് കാണാൻ കഴിയുന്നത്, ഗ്രന്ഥി കോശങ്ങളിൽ. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ നോക്കാം. പാസേജ് ഓഫ് സെൽ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ.
കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നു. അതല്ലെങ്കിൽ കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ഒരു കോശത്തിൻ്റെ അംഗമാണ് ആരെന്ന് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ ഓരോ വസ്തുക്കളും സഞ്ചരിക്കണമെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിചാരിക്കണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷനും ഒക്കെ നടക്കുന്നത്. പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ നോൺ ആസ് സൈറ്റോസ്കെൽറ്റൻ. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കോശത്തിന് ദൃഢത നൽകാൻ സഹായിക്കുന്നു. ദൃഢത മാത്രമല്ല, ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ ഇതിനെ കോശത്തിൻ്റെ എന്തെന്നറിയപ്പെടുന്നു? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. സൈറ്റോസ്കെൽറ്റൻ എന്നറിയപ്പെടുന്നു. ആരെയാണ് സൈറ്റോസ്കെൽറ്റൻ എന്നറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന കോശത്തിനുള്ളിലെ കോശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂക്ലിയസ് മുതൽ തുടങ്ങി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരെ അവസാനിക്കുന്ന കോശ അംഗങ്ങളെക്കുറിച്ച്, സെൽ ഓർഗൻലെസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ എന്നോട് ചോദിക്കാം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് വളർച്ചയുടെ പടവുകൾ. മൈക്രോസ്കോപ്പിൻ്റെ വളർച്ചയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മൈക്രോസ്കോപ്പിന് 2000 തവണ മാത്രമേ ഒരു വസ്തുവിനെ വലുതായി കാണിക്കാൻ സാധിക്കൂ. എന്നാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടി പുതിയ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ വരികയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലുള്ള മൈക്രോസ്കോപ്പിന് ദശലക്ഷക്കണക്കിന് പ്രാവശ്യം ഒരു വസ്തുവിനെ വലുതായി കാണിക്കുവാനുള്ള കഴിവുണ്ട്. അതാണ് ഈ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ശാസ്ത്രം വളർന്നു, അതിനനുസരിച്ച് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവറും വളർന്നു. ഇത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിയസ്, കോശത്തിൻ്റെ മർമ്മം. നമ്മൾ നേരത്തെ ന്യൂക്ലിയസിനെ കുറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് കോശമർമ്മം? അതാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഇന്യൂമറബിൾ ലൈഫ് ആക്ടിവിറ്റീസ്. ജീവപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ന്യൂക്ലിയസിൻ്റെ ധർമ്മം എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇനി നോക്കാം. The biomolecules that control and coordinate these processes are synthesized under the control of the genes and the chromatin network of the nucleus. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമാറ്റിൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ക്രോമാറ്റിൻ നെറ്റ്വർക്ക്സിനകത്ത് ജീൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീൻസുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം, ബയോമോളിക്യൂൾസിനെ എങ്ങനെ സിന്തസൈസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്നത് ക്രോമാറ്റിൻ നെറ്റ്വർക്ക്സ് ആണ്. എവിടെയുള്ള? ന്യൂക്ലിയസിനകത്തുള്ള. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് അത് അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ന്യൂക്ലിയസിനുള്ളിലുള്ളത്, ന്യൂക്ലിയസിൻ്റെയും ഉള്ളിൽ എന്താണുള്ളത് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ നോക്കുന്നത്. മേജർ പാർട്സ് ഓഫ് ന്യൂക്ലിയസ് നോക്കാം. ആദ്യം ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തെ ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? മർമ്മസ്തരം. നോക്കാം. It is a double layered membrane that covers the nucleus. ന്യൂക്ലിയസിനെ, കോശമർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന പാളികളാണ് എന്തെന്ന് പറയുന്നത്? മർമ്മസ്തരം എന്ന് പറയുന്നത്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രോമാറ്റിൻ ജാലിക എന്നതാണ് കൃത്യമായിട്ടുള്ള മലയാളം വേർഡ്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മലയാളം വേർഡ് ക്രോമാറ്റിൻ ജാലികകൾ. എന്താണ് ഇവിടെ പണി? ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ കെരി ജീൻസ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം. മർമ്മദ്രവ്യത്തിൽ എന്ത് ചെയ്യുന്നു? വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന ന്യൂക്ലിയസിനകത്തുള്ള ഭാഗത്തിനെയാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രോമാറ്റിൻ ജാലികകൾ എന്ന് പറയുന്നത്. ഇവയിൽ ആരുണ്ട്? ജീനുകൾ കാണപ്പെടുന്നത് ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിനകത്താണ്. ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിനകത്താണ് ആരെ കാണാൻ കഴിയുന്നത്? ജാലികകൾ അല്ലെങ്കിൽ ജീനുകൾ. ജാലികളിലെ ജീനുകളെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത ന്യൂക്ലിയസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മദ്രവ്യം, മർമ്മത്തിനുള്ളിലെ
ദ്രാവക ഭാഗമാണ് ആരെന്ന് പറയുന്നത്? മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. അതായത് ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടാണ്, അല്ലെങ്കിൽ ദ്രവത്താൽ നിറഞ്ഞ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ക്രൊമാറ്റിൻ ജാലികകളുമാണ് കാണാൻ കഴിയുന്നത്. എവിടെയാണ്? മർമ്മദ്രവ്യത്തിൽ, ന്യൂക്ലിയോപ്ലാസത്തിനകത്ത്. ഓക്കെ, അടുത്ത ന്യൂക്ലിയസിന്റെ ഭാഗമാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. They are spherical bodies that play a major role in synthesis of ribosome. ആരെ? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവർ റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിന്റെ അകത്ത് റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മർമ്മകം അഥവാ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ന്യൂക്ലിയസിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയും, അഥവാ മർമ്മരന്ധ്രം. മർമ്മരന്ധ്രം എന്ന് പറയുന്നത് മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ്. ന്യൂക്ലിയർ പോർ ആർ പോർസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തേക്ക്, കോശത്തിന്റെ മർമ്മത്തിനകത്തേക്ക് വസ്തുക്കളെ, പദാർത്ഥങ്ങളെ സംവഹനം ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ സംവഹനം ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ന്യൂക്ലിയസിന്റെ ഭാഗങ്ങളാണ് പറയുന്നത്. ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ന്യൂക്ലിയസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, നമ്മൾ ന്യൂക്ലിയസിനെ പറ്റി വളരെ ഗഹനമായി തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളവയാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സിൽ വരുന്നത്. അതായത് ജീവജാലങ്ങളിൽ ന്യൂക്ലിയസ് ഉള്ളവയും ന്യൂക്ലിയസ് ഇല്ലാത്തവയും. ന്യൂക്ലിയസ് ഉള്ളവയെ നമ്മൾ യൂകാരിയോട്സ് എന്നും ന്യൂക്ലിയസ് ഇല്ലാത്തവയെ നമ്മൾ പ്രോകാരിയോട്സ് എന്നുമാണ് വിളിക്കുന്നത്. ആദ്യം നമുക്ക് പ്രോകാരിയോട്സിലോ കടക്കാം. കനോട്ട് ഹാവ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. കൃത്യമായിട്ടൊരു കോശ മർമ്മം ഇല്ലാത്ത ജീവികളെ പ്രോകാരിയോട്സ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഈ ജീവികളിൽ കൃത്യമായിട്ടൊരു കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് കാണില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ യൂകാരിയോട്ടുകൾ എന്നാൽ കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ഹാസ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ യൂകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട എക്സാമ്പിളായി വരുന്നത് അമീബ, പ്ലാന്റ്സ്, അനിമൽസ്. ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും അമീബ പോലുള്ള ജീവികളിലും എന്ത് കാണാൻ കഴിയുന്നു? കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് അഥവാ കോശമർമ്മം കാണാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ യൂകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.